എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ വില്ലൻ അവനാണെങ്കിൽ റീജനറേറ്റ് ആയിട്ട് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് എന്നെ നശിപ്പിക്കാനോ നിങ്ങളുടെ ഹൊക്കാകെ നറൂട്ടോയെ ഇവിടുന്ന് കൊണ്ടുപോകാനോ കഴിയില്ല. പകരം നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലും. എന്റെ റീജനറേറ്റീവ് പവറിന് മുൻപിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞ് അവരെ ശ്രദ്ധിച്ചൊന്ന് നോക്കും. അപ്പോഴായിരിക്കും അവന്റെ വൈറസിനെ കുറിച്ച് ചിന്തിക്കുക. ഓൾറെഡി ഒറൂട്ടോയുടെയും കവാക്കിയുടെയും ബോഡിയിൽ അവന്റെ ആ ഒരു വൈറസിനെ കയറ്റി വിട്ടതാണ്. ഇവരെങ്ങനെ ഇത്ര വേഗം ക്യൂറായി? ആന്റിബോഡി അതിന്റെ ബ്ലഡിൽ മാത്രം ഉള്ളതാണ്, അതെങ്ങനെ ഇവർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് അവൻ കൺഫ്യൂസ്ഡ് ആവും. അവൻ അല്പനേരം അവരെ തന്നെ നോക്കും. ഉടനെ അവന്റെ കണ്ണ് മെയ്റ്റ്സികയിൽ ഉടക്കുകയാണ്. മെയ്റ്റ്സികയാണെങ്കിൽ അവനെ നോക്കി ചിരിക്കും. ഞാൻ ഓൾറെഡി വൈറസ് പവർ അതെന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. എന്റെ സ്നേക്കുകൾ ഉപയോഗിച്ച് ബ്ലഡ് സാമ്പിൾസ് അത് ഞാൻ കളക്ട് ചെയ്ത് ഞാൻ തന്നെ ആന്റിബോഡി ക്രിയേറ്റ് ചെയ്ത് എന്റെ ഫ്രണ്ട്സിന് കൊടുത്തു. അവരിപ്പോൾ നോർമലാണ്. എന്റെ വൈറസ് പവർ അതിന് എത്രയൊക്കെ പ്രയോഗിച്ചാലും ഞങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുമെന്ന് പറയും. അവരുടെ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് സിഗ്നൽ കൊടുക്കും. ഉടനെ അവരെല്ലാവരും ഇപ്പൊ വില്ലനെ റൗണ്ട് ചെയ്യാണ്. നിങ്ങൾ എന്നെ ടീമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകണോ ചോദിച്ച് അവനാണെങ്കിൽ ഫ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഫ്ലൈ ചെയ്ത് അവൻ നറൂട്ടോയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാറയുടെ അടുത്തേക്ക് പോവാണ്. അതുകൊണ്ട് കവാക്കി ആണെങ്കിൽ അവന്റെ പിന്നാലെ പോവും. അടുത്ത നിമിഷം വീണ്ടും അവൻ വൈറസ് അറ്റാക്ക് ആൾക്കാർക്ക് നേരെ പ്രയോഗിക്കും. അവരാണെങ്കിൽ അതിൽ പേടിച്ചോടാതെ വീണ്ടും അവനെ നേരിടാനായിട്ട് അവന്റെ തൊട്ടടുത്തേക്ക് എത്തും. ആ വില്ലനാണെങ്കിൽ വലിയൊരു ശുരീങ്കൻ ആ പാറയ്ക്ക് നേരെ അയക്കും. അതുകൊണ്ട് കവാക്കി അവനെ എടുത്തു ചാടി ആ ഒരു ശുരീങ്കൻ അതങ്ങനെ തടയാണ്. ഞൊട്ടിയിടയിൽ നമ്മുടെ ആൾക്കാരും അവിടേക്ക് എത്തും. വില്ലൻ ബോറോ ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ കവാക്കിയെ നോക്കുകയാണ്. നീ ഇപ്പോ ഒരുപാട് ചേഞ്ചായി, നീ ഇപ്പൊ ഇവരുടെ ആളാണല്ലേ. കവാക്കി, നീ വെറുതെ നിന്റെ ലൈഫ് വേസ്റ്റ് ചെയ്യാണ്. ഇവരെ പോലെ പവറൊന്നും ഇല്ലാത്തവരുടെ കൂടെ നീ ഇങ്ങനെ അറിഞ്ഞു നടക്കാനായിട്ട് പാടില്ല. ഇനി ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് നീ തയ്യാറാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവരോടൊപ്പം അതൊരു ദാക്ഷിണ്യം ഇല്ലാതെ നിന്നെ ഞാൻ തല്ലും. അതിനുശേഷം നിന്നെ തൂക്കിയെടുത്ത് എൻ്റെ പാലസിലേക്ക് കൊണ്ടുപോയി ഞാൻ നിനക്ക് ട്രീറ്റ്മെന്റ് എല്ലാം തന്ന് പഴയതുപോലെ ആക്കി മാറ്റും. അതിന് കവാക്കിയാണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ ഒരു കാരണവശാലും ഞാൻ നിന്നോടൊപ്പം വരില്ല. എന്റെ ലക്ഷ്യം ലോർഡ് സെവൻത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് തിരികെ കൊണ്ടുപോവുക എന്നത് മാത്രമാണ്. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ ടെൻഷനാവും. എന്റെ പപ്പയാണ് അതിൽ കുടുങ്ങിക്കിടക്കുന്നത്, തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ രക്ഷിക്കും. അതിന് സാറോട് പറയും ഒരിക്കലുമില്ല, ഒക്കാകെ രക്ഷിക്കാൻ പോകുന്നത് അത് ഞാനാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ വില്ലനായ ടേൺ ചെയ്യും. ഒരു കാരണവശാലും കവാക്കിയെ നിങ്ങളോടൊപ്പം അയക്കില്ല. അവൻ ഓൾറെഡി നിങ്ങൾ ഒരുപാട് ടോർച്ചർ ചെയ്തു. ഇപ്പൊ അവൻ ലീഫ് വില്ലേജിലെ ഒരു മെമ്പറാണെന്ന് പറയും. അത് കേട്ട് ആ ബോറോ വില്ലൻ ചിരിക്കുകയാണ്. കവാക്കെ മാത്രമല്ല പിന്നെയും ഞങ്ങൾക്ക് ആവശ്യമാണ്. നിനക്കും ആ കർമ്മ പവറുണ്ട്. സോ നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് വേണം. അത് കേട്ട് കൺട്രോൾ പോയ ബൊറൂട്ടോയും മെയ്റ്റ്സികയും അവർ രണ്ടുപേരും കമ്പൈനായിട്ട് അവനെ അറ്റാക്ക് ചെയ്യാണ്. ഇവിടെയാണെങ്കിൽ അവരുടെ പിന്നാലെ പോകാൻ ശ്രമിക്കും. അതിന് കവാക്കി അവളെ പിടിച്ചു വലിച്ച് അവളോട് ഒരു കാര്യം പറയും. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്തോ അവരോട് ഡിസ്കസ് ചെയ്യാണ്. ഇവിടെ ആ വില്ലൻ അവൻ മെയ്റ്റ്സികയെ കാലിൽ പിടിച്ച് അങ്ങനെ തൂക്കിയെടുത്ത് നിലത്ത് അറഞ്ച അടിക്കും. വേദനയിൽ മെയ്റ്റ്സികയാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കും. നിന്റെ ഐഡിയ ഒക്കെ നല്ലതാണ്, പക്ഷെ എന്നെ കൊണ്ട് ഇത് നോക്കി നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് അവൾ മുൻപോട്ടേക്ക് ഓടും. ഇവിടെ മെയ്റ്റ്സികയാണെങ്കിൽ ചാടി എഴുന്നേറ്റ് അവന്റെ പാമ്പിനെ ഉപയോഗിച്ച് വില്ലനെ വീണ്ടും പിടിച്ച് ലോക്ക് ചെയ്യും. അത് കണ്ട കവാക്കി അവൻ റെഡ് കളറിൽ ഒരു പവർ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലനെ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ അവൻ തകർന്ന് തരിപ്പണമാവും. പക്ഷേ റീജനറേഷൻ പവർ അതുപയോഗിച്ച് വീണ്ടും അവൻ നോർമൽ ആവുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ബാക്കിയുള്ളവരോട് പറയും അവൻ ശരിക്കും ഒരു മോൺസ്റ്റർ തന്നെയാണ്. നമ്മുടെ ഇൻഫിനിറ്റി പവർ അതുപയോഗിച്ചാൽ പോലും അവനെ നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ട് ആ വില്ലൻ ശരിക്കും ഇതിപ്പോഴാണോ നിങ്ങൾ മനസ്സിലാക്കണേ? ബാക്കിയാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ സാറഡയെ നോക്കും. അതിനുശേഷം മെയ്റ്റ്സികയോടും ബൊറൂട്ടോടും പറയും നമ്മുടെ പവർ ട്രെയിൻ ആവുന്നതുവരെ നമുക്ക് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യണം. മെയ്റ്റ്സികയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. ഇവിടെ ആ വില്ലൻ അവനാണെങ്കിൽ ഹായ് ആയിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ അവർക്ക് നേരെ പാഞ്ഞടുക്കും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ 3 പേരും അങ്ങനെ സ്ട്രോങ് ആയിട്ട് അവന് നേർക്ക് ഓടും. ഉടനെ സാറഡ അവളുടെ ശരീരം കണ്ണുപയോഗിച്ച് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ കവാക്കി അവളോട് പറഞ്ഞത് അത് മറ്റൊന്നുമല്ല, ഈ ഒരു വില്ലനെ അവനെ ക്രിയേറ്റ് ചെയ്തത് ആമഡോ എന്ന് പേരുള്ള ഒരു വലിയ സയന്റിസ്റ്റ് ഡോക്ടറാണ്. തീർച്ചയായിട്ടും അവന്റെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു വീക്ക് പോയിന്റ് കാണും. അത് നീ ശരീരം പവർ വെച്ച് കണ്ടെത്തണം. നമ്മൾ ഓൾറെഡി അവന്റെ അരയ്ക്ക് കീഴെ തകർത്തതാണ്. അതിനുശേഷം മുകൾ ഭാഗവും തകർത്തു. 2 ഭാഗം തകർത്തപ്പോഴും അവൻ റീജനറേറ്റ് ആയി. എന്റെ ബലമായ സംശയം അവന്റെ വയറിന്റെ ഭാഗത്ത് ഒരു കോറുണ്ട്, അത് നീ കണ്ടെത്തണം. കട്ട് ചെയ്ത അവളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ശരീരം കണ്ണുപയോഗിച്ച് ആ കോറ് അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം ആരംഭിക്കും. ചെക്കന്മാർ 3 പേര് റൗണ്ട് ചെയ്ത് അവനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. മെയ്റ്റ്സികയാണെങ്കിൽ അവന്റെ സ്നേക്കുകൾ ഉപയോഗിച്ച് അറഞ്ചം പുറഞ്ചം
ആഞ്ഞ് കടിപ്പിച്ച് വെനം അങ്ങനെ ബോഡിയിലേക്ക് കടത്തിവിടും. പക്ഷെ അവനാണെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടും. കവാക്കി ആണെങ്കിൽ അവന്റെ ടൂൾസ് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യും. ബൊറൂട്ടോയും വിട്ടുകൊടുക്കാതെ അവനെ ആഞ്ഞടിക്കുകയാണ്. പക്ഷെ വില്ലനാണെങ്കിൽ ആ അടികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഓരോരോ ഭാഗത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഹിനട്ട, ഇവിടെ സാറട, അവളാണെങ്കിൽ അവന് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാണ്. പക്ഷെ ഇതുവരെ അവൾക്കത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പർ ബോഡിയും ലോവർ ബോഡിയും അവർ ഓൾറെഡി തകർത്തതാണ്. പക്ഷെ അവന്റെ വീക്ക് പോയിന്റ് അതെവിടെയാണെന്ന് ഇതുവരെ അവൾക്ക് പോയിന്റ് ചെയ്യാനാവുന്നില്ല. സാറടയ്ക്കാണെങ്കിൽ അതെല്ലാം കാണുമ്പോൾ അവളുടെ ടെൻഷനും ഹാർട്ട് ബീറ്റും കൂടി വരും. എന്തെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ, ആ കോർ എനിക്ക് കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവൾ കുറെ കൂടെ സ്ട്രെയിൻ ചെയ്ത് വളരെ ബുദ്ധിമുട്ടി അവൻ ഒബ്സർവ് ചെയ്യും. അപ്പോൾ അവൾ കാണും അവനൊരു സ്പെഷ്യൽ ടെക്നിക്ക് ഉപയോഗിച്ച് അവന്റെ ബോഡിയിലെ കോറ് അങ്ങനെ ഓരോ ഭാഗത്തേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് അവന്റെ സ്പെഷ്യൽ എബിലിറ്റി. അതുകൊണ്ട് തന്നെ അവൻ ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്ത് അടിച്ച് തകർക്കാനായിട്ട് കഴിയില്ല. ഇവിടെ നമ്മുടെ ആൾക്കാർ അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഓൾറെഡി ടയേർഡ് ആയിരിക്കുകയാണ്. എല്ലാം ബോറോ ആണെങ്കിൽ അവരെ നോക്കി ചിരിക്കും. എന്തുപറ്റി, നിങ്ങളുടെയൊക്കെ സ്ട്രെങ്ത്തും സ്റ്റാമിനയും പവറും ഒക്കെ ഇത്ര വേഗം ട്രെയിനായി പോയോ? നിങ്ങൾ 3 പേരും ഞാൻ വെറും ഒറ്റ ഒരാളുമാണ് ഉള്ളത്. ഞാനിപ്പോഴും ഫൈറ്റ് ചെയ്യാൻ തയ്യാർ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം എന്നോട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവർക്ക് നേരെ വരും. ഇവിടെ സാറുടെ ആണെങ്കിൽ അവൻ ഇപ്പം ആ കോർ സ്റ്റോർ ചെയ്ത ഭാഗം കണ്ടെത്തി കഴിഞ്ഞു. അതവന്റെ മുതുകിന്റെ ഭാഗത്താണ്. ഇപ്പൊ അവളത് നമ്മുടെ ആൾക്കാരോട് വിളിച്ചു പറഞ്ഞ തീർച്ചയായിട്ടും അത് ആ ബോറോ കേൾക്കും. അത് അവന് രക്ഷയായി മാറും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഞാനാണ് ഇപ്പോഴത്തെ ഈ ടീമിന്റെ ക്യാപ്റ്റൻ. സോ ഞാൻ തന്നെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ ബൊറൂട്ടോയെ നോക്കും. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ഈസായിട്ടൊന്ന് സ്മൈൽ ചെയ്ത് അവനവന്റെ കയ്യിലേക്ക് നോക്കുകയാണ്. ബൊറൂട്ടോ മീറ്റ്സുകയോടും കവാക്കിയോടും പറയും, എൻ്റെ കയ്യിൽ ഇനി ഒരേ ഒരു റെസ്റ്റോറൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ 3 പേരുടെയും പവർ കമ്പൈൻ ചെയ്ത് അത് നമ്മൾ പ്രയോഗിക്കണം. ഓൾറെഡി നമ്മുടെ ടീം ക്യാപ്റ്റൻ അവൾ എന്തോ ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ ഇത് അവസാനമായിരിക്കും എന്ന് പറഞ്ഞ് അവർ 3 പേരും വീണ്ടും ഒരുമിച്ച് പവർ കമ്പൈൻ ചെയ്യും. നിമിഷം നമ്മുടെ ആൾക്കാരാണെങ്കിൽ പവറൊക്കെ കമ്പൈൻ ചെയ്ത് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇവിടെ ആ വില്ലനാണെങ്കിൽ ഫയർ സ്റ്റൈൽ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ പ്രിവെന്റ് ചെയ്യാണ്. കവാക്കി ആണെങ്കിൽ ആ ഫയർ സ്റ്റൈൽ അബ്സോർബ് ചെയ്തെടുക്കും. അതേസമയം സാറട അവളാണെങ്കിൽ ആ കോറുള്ള അവന്റെ ഇടുപ്പ് ഭാഗം അതങ്ങനെ ഫോക്കസ് ചെയ്ത് മുൻപോട്ടേക്ക് ഉഷാറായിട്ട് ഓടും. അവളുടെ കൺമുമ്പിലൂടെ 1 മിനിറ്റ് അവളുടെ പപ്പ സാസുക കടന്നു പോകുന്നതായിട്ട് അവൾക്ക് തോന്നും. മാത്രമല്ല അവള് ഇത്തവണ ഉപയോഗിക്കാൻ പോകുന്നത് ചിത്തോരി പവറാണ്. എന്റെ ചിത്തോരി പവർ വളരെ വീക്കാണ്. പക്ഷെ ഇപ്പൊ എനിക്കതല്ലാതെ വേറെ വഴിയില്ല. അവൻ അടുത്ത സൈൻ ഉപയോഗിച്ച് ആ കോർ അവിടെ നിന്ന് മാറ്റുന്നതിന് മുൻപ് ഒരു സർപ്രൈസ് അറ്റാക്ക്. അതിലൂടെ എനിക്ക് ആ കോറിൽ ആഞ്ഞടിച്ച് അവനെ മൊത്തമായിട്ടും തകർക്കണം. അവള് ചിത്തോരി കയ്യിലെടുത്ത് മുൻപോട്ടേക്ക് വരെ ബൊറൂട്ടോ ആ കാഴ്ച കാണും. അവനൊരു സ്മോക്ക് ബോംബിട്ട് ഇപ്പൊ ആ വില്ലന്റെ വിഷൻ മറക്കുകയാണ്. അതിനുശേഷം ബോറോയുടെ ഒരു കൈ തന്നെ അവൻ തല്ലി ഒട്ടിക്കും. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഞൊട്ടിയ ഇടയിൽ സാറട അവൾ ചിത്തോരി പവർ അവന്റെ ഇടുപ്പിന്റെ ഭാഗത്ത് ആഞ്ഞടിച്ച് അവന്റെ ബോഡിയെ 2 തുണ്ടാക്കി മാറ്റും. ബാക്കിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അവൻ അങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്. അതിന് മീറ്റ്സൊക്കെ പറഞ്ഞു കൊടുക്കും അത് സാറടയുടെ ചിത്തോരി പവറാണ്. ഇവിടെ സാറടെ ആണെങ്കിൽ ആ കോറ് കയ്യിലെടുത്ത് അവർ നേരെ തിരിയും. ഇതല്ലേ നിന്റെ കോറ്, ഇനി നിനക്ക് റീജനറേറ്റ് ആവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവളത് നിലത്തൊരു ഒറ്റയടി. ആ ഒരു അടിയിൽ അവൻ അങ്ങനെ ജയന്റ് ആവാൻ തുടങ്ങും. അവരുടെ ആണെങ്കിൽ ബൊറൂട്ടോട് പറയും ഇനി അവനുമായിട്ട് അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. അവന്റെ സൈസ് വലുതായി അൺകൺട്രോൾഡായി അവൻ തന്നെ തകരുമെന്ന് പറഞ്ഞ് അവൻ തന്നെ മുഴുവനായിട്ട് തകരുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പോൾ നറൂട്ടോ ലോക്ക് ചെയ്തിരിക്കുന്ന ആ കല്ലിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം ബൊറൂട്ടോയും കവാക്കിയും അവർ 2 പേരും കൈ കോർത്ത് പിടിച്ച് വീണ്ടും പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് തിരികെ പോകാൻ തയ്യാറെടുക്കുകയാണ്. കവാക്കി ആണെങ്കിൽ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് അവരുടെ 2 പേരുടെയും കൈ കമ്പൈൻ ചെയ്ത് ആ ഒരു പാറയിൽ വെക്കുകയാണ്. അടുത്ത സെക്കൻഡ് തന്നെ ആ പാറ അൺലോക്കായി ഇപ്പോൾ നമ്മുടെ നറൂട്ടോ പുറത്തേക്ക് വരും. നറൂട്ടോയ്ക്ക് ജീവനുണ്ട്, അവന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടുത്ത നിമിഷം അവർക്കൊരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ആ ഒരു ബോറോ വില്ലൻ അവൻ അവിടേക്ക് വന്ന് മീറ്റ്സിക്ക് അടിച്ച് താഴെയിടും. ഇടയിൽ അങ്ങനെ സാറുടെ ചുരുട്ടിയെടുക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ചാടി വന്ന് അവനെ ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിനവനാണെങ്കിൽ കൈ ചുരുട്ടി ബൊറൂട്ടോയെ നിലത്തിട്ടിക്കുകയാണ്. അവനാണെങ്കിൽ കൈമാറ്റി ബൊറൂട്ടോയെ നോക്കും. ബൊറൂട്ടോയെ അവിടെ കാണാനില്ല. അപ്പോൾ അവൻ്റെ തൊട്ട് മുൻപിൽ കർമ്മ പവർ ഇത് മുഴുവനായിട്ട് സ്പ്രെഡായി വ്യാഹു കണ്ണ് അവേക്കൻ ചെയ്ത് നമ്മുടെ ബൊറൂട്ടോ അവനങ്ങനെ ടെററായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.